Yeah, hi guys. So, welcome to the next topic, screw dislocation. So, screw dislocation is basically formed when we apply a stress, shear stress, equally and opposite to one edge. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ദിസ് പർട്ടിക്കുലർ ഫിഗർ. ഇവിടെ എന്താണ് ഈ ക്യൂബിനെ വി ആർ ആക്ച്വലി ഡിഫോമിങ് ദ ക്യൂബ് ഇൻ വൺ എഡ്ജ് ബൈ അപ്ലൈയിങ് എ ഷിയർ സ്ട്രെസ്. അപ്പോൾ എന്ത് ചെയ്യും, ആദ്യം ഈ കാണിച്ചിരിക്കുന്ന ഒരു പോർഷനില്ലേ, ഇതാണ്, അതായത് ആരോ വെച്ച് കാണിച്ചിരിക്കുന്ന ഡയറക്ഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ആരോ വെച്ച് കാണിച്ചിരിക്കുന്ന അത്രയും പാർട്ടാണ് ആദ്യം ഡിഫോം ആവുക. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഡിസ്ലൊക്കേഷൻ. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും, ഒരു സ്പൈറൽ സ്റ്റെയർ കേസ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോകുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ, അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. സോ അതാണ് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ. ഓക്കെ, അപ്പോൾ സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ഇത് താഴത്തെ ഫിഗർ ആറ്റംസ് വെച്ച് കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം സിമിലർ ടു എഡ്ജ് ഡിസ്ലൊക്കേഷനാണ്. ഇറ്റ്സ് ആക്ച്വലി പ്ലെയിൻ ഓഫ് ആറ്റംസ് തന്നെയാണ്. ഇവിടെ ബർജേഴ്സ് വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് പാരലൽ ടു ദ ഡിസ്ലൊക്കേഷൻ ലൈൻ. ഇവിടെ ബർജേഴ്സ് വെക്റ്റർ ഈസ് പാരലൽ ടു ഡിസ്ലൊക്കേഷൻ ലൈൻ. അപ്പോൾ അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ഇവിടെ നമ്മൾ സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ here it's already the Burgess vector is parallel to dislocation line. Burgess vector എടുക്കുമ്പോൾ സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ലൈനാണ് യെല്ലോയിൽ കാണിച്ചിരിക്കുന്നത്. Burgess vector also, when we close the circuit, we can see that the direction of the Burgess vector and the direction of screw dislocation line are parallel. Okay. ഇനിയും എഡ്ജ് ഡിസ്ലൊക്കേഷൻ പോസിറ്റീവ് നെഗറ്റീവും ഉണ്ട്. സിമിലർലി സ്ക്രൂ ഡിസ്ലൊക്കേഷൻ പോസിറ്റീവ് നെഗറ്റീവ്. അത് എങ്ങനെയാണ് അതിൻ്റെ നൊട്ടേഷൻസ് എടുക്കുന്നതെന്നാണ് ഇതിനകത്ത് പറഞ്ഞത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് സ്ക്രൂ ഡിസ്ലൊക്കേഷൻസ് ഡിനോട്ട് ചെയ്യുന്നതും എഡ്ജ് ഡിസ്ലൊക്കേഷൻ ഡിനോട്ട് ചെയ്യുന്നതും സിമ്പിൾസ് നോട്ട് ചെയ്യുക. ദർ ആർ ആക്ച്വലി സെപ്പറേറ്റ് സിമ്പിൾസ് ഫോർ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എഡ്ജ് ആൻഡ് സ്ക്രൂ ഡിസ്ലൊക്കേഷൻസ്. ഓക്കെ, ഇതൊരു ആക്ച്വൽ കേസാണ് ഡിസ്ലൊക്കേഷൻസിൻ്റെ. ഇത് നോക്കിയാൽ മതി. നെക്സ്റ്റ് വൺ ഈസ് സർഫസ് ഇംപെർഫെക്ഷൻ. സർഫസ് ഇംപെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ ബിഗിനിങ് ഓഫ് മൊഡ്യൂൾ 2 വി ഹാവ് ഓൾറെഡി സെഡ് ദാറ്റ് defects in a material are classified into 4 types. That is, first one is 0 dimensional, second one is 1 dimensional, 2 dimensional and 3 dimensional. So 1 dimensional എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it was actually dislocations. 2 dimensional it's actually talks about surface, that is the defects seen in a surface. അതാണ് സർഫസ് ഇംപെർഫെക്ഷൻസ്. ഓക്കെ, അപ്പോൾ സർഫസ് ഇംപെർഫെക്ഷൻസ് ബേസിക്കലി ക്ലാസിഫൈഡ് ഇൻറ്റു 4 ടൈപ്സ്: ഗ്രെയിൻ ബൗണ്ടറീസ്, ടിൽറ്റ് ബൗണ്ടറീസ്, ട്വിൻ ബൗണ്ടറീസ് ആൻഡ് സ്റ്റാക്കിംഗ് ഫോൾട്ട്. 4 എണ്ണമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യു ഓൾറെഡി നോ വാട്ട് ഈസ് എക്സാക്ട്ലി എ ഗ്രെയിൻ ബൗണ്ടറി ഈസ്. നമ്മൾ പീരിയോഡിക് ആൻഡ് റിപ്പീറ്റഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഒരു മെറ്റീരിയലുണ്ട്. വെൻ ദ ആറ്റംസ് ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റിൽ നിന്ന് ഒരു അടുത്ത ഡയമെൻഷനിലേക്ക് മാറുമ്പം അടുത്ത ഡയമെൻഷനിലല്ല, അടുത്ത അറേഞ്ച്മെൻറ്റിലേക്ക് മാറുമ്പോൾ ദർ ഈസ് ആക്ച്വലി എ ഡിമാർക്കേറ്റിംഗ് ലൈൻ വിച്ച് ഈസ് ആക്ച്വലി നത്തിങ് ബട്ട് എ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ആണ്. ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറഞ്ഞാലും ആറ്റംസ് ആണ്. പിന്നെ ഇവിടെ നമ്മൾ ലൈനായിട്ട് വരയ്ക്കാൻ കാരണം അതൊരു ബൗണ്ടറി ആണെന്ന് കാണിക്കാൻ വേണ്ടി സ്കിമാറ്റിക്കിൽ വരയ്ക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഡെഫിനിഷൻ തന്നെ നോക്കുക. It's a planar defect that separates the regions of different crystalline orientations. That is, grain within a polycrystalline solid. ഇതാണ് ഗ്രെയിൻ ബൗണ്ടറീസ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രെയിൻ ബൗണ്ടറീസിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ when a group of atoms, when we apply a force on a material, the material will deform. അല്ലേ? So the basic reason why a material deforms is the movement of dislocations. So the dislocations will move. ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ടോ സ്ലിപ്പ് പ്ലെയിൻ, ദ ഗ്രെയിൻ എ ആൻഡ് ഗ്രെയിൻ ബി കണ്ടോ? സോ ഗ്രെയിൻ എയിൽ യു ക്യാൻ സീ ദ ഇൻകംപ്ലീറ്റ് പ്ലെയിൻ ഉണ്ട്. സോ വെൻ എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ദിസ് ഇൻകംപ്ലീറ്റ് പ്ലെയിൻ വിൽ മൂവ്. അതാണ് ഗ്ലൈഡിങ് ഓഫ് ഡിസ്ലൊക്കേഷൻ. ഡിസ്ലൊക്കേഷൻസ് മൂവ് ചെയ്യുന്നതിനെ ഗ്ലൈഡിങ് ഓഫ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയും. അപ്പോൾ ഈ ഡിസ്ലൊക്കേഷൻ ഇമ്മീഡിയറ്റ്ലി വെൻ ഇറ്റ് എൻകൗണ്ടേഴ്സ് എ ഗ്രെയിൻ ബൗണ്ടറി, ഡെഫിനറ്റ്ലി ഇൻ ഓർഡർ ടു മൂവ് ടു അനദർ ഗ്രെയിൻ എന്ത് ചെയ്യണം? ഇറ്റ് നീഡ്സ് ടു ചേഞ്ച് ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, വെൻ വി അപ്ലൈ എ ഫോഴ്സ് ഓൺ എ മെറ്റീരിയൽ, ഡെഫിനറ്റ്ലി
if the material is resisting, we need to apply more force so that further deformation happens. അങ്ങനെ when we increase the force, മെറ്റീരിയൽ എന്ത് ചെയ്യും, ഗ്രെയിൻ ബൗണ്ടറിയിൽ വന്ന് നിൽക്കുന്ന ഡിസ്ലൊക്കേഷൻ ഇറ്റ് വിൽ ഗെറ്റ് എനർജി സോ ദാറ്റ് ഇറ്റ് വിൽ ജംപ് ടു അനദർ ഗ്രെയിൻ, ദെൻ അഗെയിൻ ദ ഗ്ലൈഡിങ് വിൽ കണ്ടിന്യൂ. അപ്പോൾ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് നെക്സ്റ്റ് ഗ്രെയിനിലേക്ക് മൂവ് ചെയ്യുന്നതിനാണ് ക്ലൈംബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ എഡ്ജ് ഡിസ്ലൊക്കേഷൻ്റെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ മൂവ് എലോങ് എ ഗ്രെയിൻ ആൻഡ് ഇറ്റ് വിൽ എൻകൗണ്ടർ എ ഗ്രെയിൻ ബൗണ്ടറി, and what it will do is that when we increase the stress, it will jump to another grain. So that process is called climbing, and again it will glide on the same grain. Again when it encounters another grain boundary, it will climb. So അങ്ങനെയാണ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ്റെ മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഗ്രെയിൻ ബൗണ്ടറി is one of the main important factor which increases the strength of the material. എങ്ങനെയാണ്? it can impede dislocation motion. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സർഫസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിൽറ്റ് ബൗണ്ടറി. ടിൽറ്റ് ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ കേസ് ഓഫ് ദ ഗ്രെയിൻ ബൗണ്ടറി ആണ്. ബട്ട് വെൻ ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടു ക്രിസ്റ്റൽ ഓറിയൻറ്റേഷൻസ് ഈസ് ലെസ് ദാൻ 10 ഡിഗ്രി, ദ ഡിസ്റ്റോർഷൻ ഈസ് നോട്ട് ഡ്രാസ്റ്റിക് ആസ് കമ്പയർഡ് വിത്ത് എ നോൺ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ. അതുകൊണ്ടാണ് അതിനെ ലോ ആംഗിൾ ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ഈ ലോ ആംഗിൾ ബൗണ്ടറീസിലാണ് ടിൽറ്റ് ബൗണ്ടറി കാണപ്പെടുന്നത്. അപ്പോൾ tilt boundary is observed between two slightly misaligned grains which appeared as an array of edge dislocations. അതായത് ഈ മിസ്അലൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആംഗിൾ ഓഫ് അലൈൻമെൻറ്റ് ബിറ്റ്വീൻ ദ ടു ഗ്രെയിൻസ് ഈസ് ലെസ്, ദാറ്റ് ഈസ് ഇറ്റ് വിൽ ബി ലെസ് ദാൻ 10 ഡിഗ്രി. ഹയർ ആണെങ്കിൽ ടിൽറ്റ് ബൗണ്ടറീസ് ഒബ്സർവ് ചെയ്തില്ല. സോ അങ്ങനെയുള്ള ലോ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറീസിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് ടിൽറ്റ് ബൗണ്ടറി. അതുപോലെ എന്തുണ്ട്, ട്വിൻ ബൗണ്ടറീസ് ഉണ്ട്. അവിടെ ട്വിൻ ബൗണ്ടറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ വി ലുക്ക് ഓൺ ഐദർ സൈഡ് ഓഫ് ദ ബൗണ്ടറി, ട്വിൻ ബൗണ്ടറി, ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ ആറ്റംസ് ലുക്സ് ലൈക്ക് എ മിറർ ഇമേജ്. ഇപ്പോൾ നമ്മളൊരു ആറ്റംസിനെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ദ ഡിമാർക്കേറ്റിംഗ് ലൈൻ, ദ ബൗണ്ടറി വിച്ച് സെപ്പറേറ്റ്സ് ദ ടു ഓറിയൻറ്റഡ് atoms oriented in two directions, if the line which separates the two atoms which is oriented in two directions is in such a way that either side of the line the images are like mirror images, then that particular boundary is called twin boundary. Okay, അപ്പോൾ ഇതാണ് യൂഷ്വലി ഇവിടെ കാണിച്ചിരിക്കുന്നത് ഹൈ ആംഗിൾ ബൗണ്ടറിയും ലോ ആംഗിൾ ബൗണ്ടറിയുടെ ഒരു സ്കീമാറ്റിക്കാണ്. അതെന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ ഇവിടെ ഈ ഒരു ആംഗിൾ കണ്ടോ, രണ്ട് ഓറിയൻറ്റേഷൻ തമ്മിൽ ഞാൻ രണ്ട് ആംഗിൾ എടുത്തു. സോ ഇൻ ബിറ്റ്വീൻ, അതുപോലെ ഇവിടെയും രണ്ട് ആംഗിൾ എടുത്തു. സോ ഈ രണ്ട് ആംഗിളിനെയാണ് ആദ്യത്തെ വലിയ ആംഗിൾ, ദാറ്റ് ഈസ് ആംഗിൾ ഈസ് മോർ ദാൻ 10 ഡിഗ്രി, അങ്ങനെയുള്ളത് യൂഷ്വലി ഹൈ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറീസ് അല്ലെങ്കിൽ നോർമലി ഗ്രെയിൻ ബൗണ്ടറീസ് എന്ന് പറയും. താഴത്തെ എന്ന് പറഞ്ഞാൽ എന്താ, ആംഗിൾ ഓഫ് മിസ്അലൈൻമെൻറ്റ് വളരെ കുറവാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ലോ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറീസ്, അവിടെയാണ് ടിൽറ്റും ട്വിൻ ബൗണ്ടറീസും ഒക്കെ കാണുന്നത്. ഇനി ദ വൺ മോർ ടൈപ്പ് ഓഫ് സർഫസ് ഡിഫക്റ്റ് വിച്ച് ഈസ് സീൻ ഇൻ മെറ്റീരിയൽസ് ഈസ് സ്റ്റാക്കിംഗ് ഫോൾട്ട്. സോ സ്റ്റാക്കിംഗ് ഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ occur in a number of crystals, but the common example is in a closed pack structure. And you know that already നമ്മൾ in the previous പോർഷൻസിൽ പഠിച്ചിട്ടുണ്ട്. The arrangement of FCC and HCB follows a particular pattern, that is ABC type for FCC and AB type for HCB. And suppose a deviation from the sequence in the pattern occurs, that is ABC വരുന്നതിന് പകരം ഒരു C ലെയർ മിസ് ചെയ്യുന്നു കരുതുക. അതാണ് പറയുന്നത് എ ഡീവിയേഷൻ ഫ്രം ദ സീക്വൻസ് ഇൻ ഐദർ ഓഫ് ദ സ്റ്റാക്കിംഗ് gives rise to a stacking fault. Example, ABC C വരാതെ C മിസ്സിങ് ആണ്. അപ്പോൾ എന്ത് പറ്റും, ABC എന്ന് വരും ഇൻ FCC. അതുപോലെ BCCയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, AB A ലെയർ മിസ് ചെയ്തു, അഗെയിൻ B വന്നു, A അങ്ങനെ. സോ അപ്പം a defect which occurs due to the missing of a particular layer of arrangement seen in closed pack structures is called stacking fault. ഇത് one of the defect ആണ്.
സോ സർഫസ് ഇംപെർഫെക്ഷൻസ് 4 എണ്ണമാണ്. നെക്സ്റ്റ് വൺ ഈസ് വോളിയം ഇംപെർഫെക്ഷൻസ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ.